കണ്ടോ കണ്ടോ? ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നടക്കണം കാഷ്വാലിറ്റി പോണെങ്കിൽ പാതിരാത്രിക്ക്. ആലോചിച്ച് നോക്കിയാൽ കഷ്ടപ്പാട്. ആണ് പറയണ തലയ്ക്ക് ഇത്തിരി ബോധമുള്ള സൂപ്രണ്ടിനെയും ആർമോനെയും മന്ത്രിനെയൊക്കെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കണം, അല്ലെങ്കിൽ ഇതേപോലെ രോഗിനെയും കൊണ്ടിങ്ങനെ നടക്കേണ്ടി വരും. നമസ്കാരം. മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിലാണ്. പിള്ളേർക്ക് 2 പേരെയും ചുമ ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് പീഡിയാട്രിക് കാഷ്വാലിറ്റിയിലേക്ക് പോണ രംഗമാണ്. അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ പോലെ രാജഗിരിയിലൊക്കെ പോലെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരത്തൊന്നുമില്ല. അപ്പം ആ രംഗം നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. മെഡിക്കൽ കോളേജിലേക്കെല്ലാം റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ രോഗി ചത്തു. കുണ്ടും കുലുങ്ങിയും കിടക്കണോക്കിയ റോഡ്, കട്ട വിരിച്ച റോഡാ. നമുക്ക് കിടക്കണോ? ഇപ്പൊ ഞാൻ പോണത് 31 കിലോമീറ്റർ വേഗതയിൽ, ആംബുലൻസ് തന്നെ 10 കിലോമീറ്റർ വേഗതയിലാണ്. മെഡിക്കൽ കോളേജിലേക്കുള്ള വഴി. വളവ് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് തിരിച്ച് മെഡിക്കൽ കോളേജിലേക്കുള്ള വഴി കയറി തന്നെ. പാർക്കിംഗ് 2 വീലർ ഉള്ളി. കാഷ്വാലിറ്റി ഇവിടെ ഒന്നും വണ്ടി ഇടിപ്പിക്കില്ല. അത് എവിടെ കണ്ട നോ പാർക്കിംഗ് വെച്ച് കണ്ട കണ്ട രോഗികൾ ഓടുന്ന കണ്ട. അവിടെ പോയിട്ട് ചീട്ടെടുത്തോണ്ട് വരെ. ഇറങ്ങണേക്ക കണ്ട. നീ പരിസരത്തൊന്നും വണ്ടി ഇടാൻ പറ്റൂല. പിള്ളേരുടെ കൂടെ മാതാപിതാക്കള് അല്ലെങ്കിൽ അപ്പനോ അമ്മയോ മാത്രം ഉള്ളെങ്കിൽ ആ പിള്ളേരെ അവിടെ ഇറക്കി ഒറ്റക്ക് ഇറക്കി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നീ ഇവിടെ നിന്ന് പാർക്കിംഗ് ഏരിയ ഇവിടെ നിന്ന് കാണിച്ചു തരാട്ടോ നിങ്ങക്ക്. കണ്ടോ? ഇതില് ഞാൻ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്നു. അറ്റത്ത് കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജിൽ രാത്രി ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇപ്പൊ ഇതിനകത്തായോ? ഇത് നോക്കി കണ്ട, ഓട്ടോ കിടക്കണം നോക്കി. ഇതാണ് ഇപ്പൊ എൻപാർക്കൊക്കെ ആക്കിയുള്ള കുഴപ്പം. കണ്ട കണ്ട, രാത്രി കംപ്ലീറ്റ് ഓട്ടോറിക്ഷകളാണ് ഇപ്പൊ ഇതിനകത്ത് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ഓട്ടം പോകാനൊന്നുമല്ല. കണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കണം. എവിടം വരെ? അങ്ങ് അറ്റം വരെ നടക്കണം. കണ്ട കണ്ട, ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നടക്കണം കാഷ്വാലിറ്റി പോണെങ്കിൽ പാതിരാത്രിക്ക്. ആലോചിച്ച് നോക്കിയാൽ കഷ്ടപ്പാട്. ആണ് പറയണ തലയ്ക്ക് ഇത്തിരി ബോധമുള്ള സൂപ്രണ്ടിനെയും ആർമോനെയും മന്ത്രിനെയൊക്കെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കണം, അല്ലെങ്കിൽ ഇതേപോലെ രോഗിനെയും കൊണ്ടിങ്ങനെ നടക്കേണ്ടി വരും.